ചൂരൽമല നിവാസിയായ ഷാജിമോൻ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാജിമോൻ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? താങ്കൾക്ക് എന്ത് മനസ്സിലാക്കാനായിട്ടുണ്ട്? ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരാഴ്ച മുൻപാണ് ഈ കരിമുറ്റം മുൻപ് 1984 ഉരുൾപൊട്ടിയ പ്രദേശത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ പോലെ ഉണ്ടായത്, ചെറിയൊരു ഉരുൾപൊട്ടൽ. അന്ന് ഞങ്ങൾ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്തിയപ്പോൾ ഇത് ചെറിയൊരു മണ്ണിടിച്ചിൽ മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് അധികൃതർ ചെയ്തത്. അതിനുശേഷം ഞാനൊരു 4 ദിവസം മുമ്പ് ഈ പുഞ്ചിരിമട്ടം പ്രദേശത്ത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് പോയിരുന്നു. അവിടെ 1.5 മീറ്ററോളം മണ്ണ് നിരങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു താഴേക്ക്. അപ്പോ അത് വലിയൊരു മഴ ഉണ്ടെങ്കിൽ അത് വരുന്നു ഉറപ്പായിരുന്നു. ആ നിരങ്ങി നിൽക്കുന്ന മണ്ണാണ് ഒഴുകി വന്നിരിക്കുന്നത്. അവിടെ ഭാഗ്യവശാൽ അവിടെ പരമാവധി വരാനുള്ള മണ്ണും പാറയും എല്ലാം ഒഴുകി വന്നതുകൊണ്ട് ആ മണ്ണ് മാത്രമാണ് കലങ്ങി വെള്ളത്തിന്റെ കൂടെ വന്നത്. ഈ കുറച്ച് തോട്ടം തൊഴിലാളികൾ നമ്മുടെ ബെയിലി പാലത്തിന് അപ്പുറത്ത് തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പുറത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. അവര് സുരക്ഷിതരാണ്. പക്ഷെ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അതല്ല. ഏലമല എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്. 2020 അവിടെ ഉരുൾപൊട്ടിയതാണ്. ഈ ഏലമല പടവെട്ടിക്കുന്ന് കഴിഞ്ഞുള്ള പ്രദേശമാണ്. ഈ ഏലമല ഉരുൾപൊട്ടുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിനും കൂടി സാധ്യതയുണ്ട്. കാരണം ഏലമല ഉരുൾപൊട്ടി വരുമ്പോൾ ബെയിലിപ്പാലം എടുത്തു പോകും. കാരണം അവിടെ ഒരുപാട് മണ്ണും മരങ്ങളും പാറയും ഒഴുകി വരാൻ ഇനിയുണ്ട് ഈ ഏലമല പ്രദേശത്ത്. അത് കൊയിനാക്കുളം ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവൻ അപകടം ചെയ്യും. കാരണം കൊയിനാക്കുളം പ്രദേശത്ത് ചൂരൽമലയുടെ ടൗണിന് ആ കുന്നിന് തൊട്ട് പള്ളിക്ക് പിറകിലായിട്ടുള്ള പ്രദേശം ആണ് കൊയിനാക്കുളം എന്നറിയപ്പെടുന്നത്. ആ പ്രദേശത്തേക്ക് ഈ ഏലമല ഭാഗത്ത് ഉരുൾപൊട്ടിയാൽ ആ പ്രദേശത്ത് ഇപ്പോഴും 70% ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവന് അപകടമാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഗോപിമൂല എന്ന് പറഞ്ഞ പുതിയ വില്ലേജ് റോഡിന്റെ അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഏകദേശം പുഴ തൂർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ദൂരേക്ക് ഇതിന്റെ ആഘാതം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാലത്തും ഗവൺമെന്റിനോട്, ഞാൻ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറാണ്, അവിടുത്തെ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനാണ്. ഞങ്ങൾ എന്നും ആവശ്യപ്പെട്ടിരുന്നത് ഒരു അപകട സാധ്യതയെക്കുറിച്ച് ആ പ്രദേശത്ത് പഠനം നടത്തണം. കൃത്യമായിട്ട് പഠനം നടത്തിക്കൊണ്ട് ഇനിയൊരു ദുരന്തം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയൊക്കെ അതിന്റെ ആഘാതം ഉണ്ടാകും, ജീവൻ പോകാൻ എവിടെയൊക്കെ താമസിക്കുന്ന വാസസ്ഥലങ്ങളിലേക്ക് ഇത് ബാധിക്കുമോ, ഉണ്ടെങ്കിൽ അവരെ മാറ്റി താമസിപ്പിക്കണമെന്ന് അധികാരികളോട് പറഞ്ഞിരുന്നു. അധികാരികൾ ഒരു അപകടം ഉണ്ടായതിനു ശേഷം പുനരധിവാസത്തിന് ശ്രമിക്കുക എന്നല്ലാതെ അപകടം തടയുവാൻ വേണ്ടി ഇനിയും ഒരു കാര്യവും ചെയ്യുന്നില്ല. ഓരോ അപകടവും ഇവരുടെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമാണ് ഗവൺമെന്റ് കാണുന്നത്. ഷാജിമോൻ, അത് വളരെ അതിശയമായി തോന്നി. ഈ 1 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ അവിടെ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ, ഈ പുഴയിൽ നിന്ന് മാറ്റിയ മണ്ണും കല്ലും ഒക്കെ ഈ പുഴയുടെ സൈഡിൽ തന്നെ അങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു കൂടിയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ പുഴ ഇങ്ങനെ ഒഴുകുന്നതിന് കാരണം ആ അവശിഷ്ടങ്ങൾ, ഈ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ കൂടിയാകണം. അത് ഒരുപക്ഷെ പ്രദേശവാസികൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ ഈ വിഷ്വൽസ്, ഈ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. പുഴ നവീകരണം എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ആശയമാണ്. ഞങ്ങൾ എന്ത് കാലത്തും 197 കോടി രൂപയാണ് അതിനുവേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും അത് അങ്ങനെ ചെയ്യാൻ, പുഴയുടെ വഴി കണ്ടെത്തി അത് ഇനി അവിടെ ജനവാസ യോഗ്യമല്ല. അതുകൊണ്ട് അവിടെ പുഴയുടെ അരികു കെട്ടി പുഴയെ ഒഴുകാൻ, അതായത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, മലവെള്ളം. ഞങ്ങൾക്കറിയാം ആ നാട്ടില് മഴക്കാലത്തൊക്കെ വരുന്ന വെള്ളത്തിന്റെ ശക്തി. അതൊരിക്കലും കെട്ടി അതിന്റെ വഴിക്ക് വിടാൻ കഴിയില്ല. പുഴയുടെ വഴിയിലൂടെ ഒഴുകുകയുള്ളൂ. ഏത് ഭൗമശാസ്ത്രജ്ഞനോ ഇല്ലെങ്കിൽ ആരാണ് ഇത്തരം ഒരു തന്ത്രം അവർക്ക് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല. ഇതൊക്കെ പണം പിടുങ്ങാനുള്ള അല്ലെങ്കിൽ പൊതുമുതൽ ഏതെങ്കിലും ഒരു സോഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഈ പുഴയുടെ വഴി കണ്ടെത്തി അവിടെ ഇനി വാസം സാധ്യമല്ല. അതുകൊണ്ട് ആ മണ്ണും വാരി കരക്കിയിട്ട് കുറെ കാശ് കളയാം എന്നല്ലാതെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണം കളയാമെന്നല്ല, പൊതുമുതൽ നമ്മുടെ നികുതി പണം കളയാമെന്നല്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ പുഴയെ വഴിക്ക് വിടുക. അപകട സാധ്യതയുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനാണ് ഗവൺമെന്റ് മുൻകരുതൽ നടപടി ചെയ്യേണ്ടത്. അതിന് പകരം ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണം ചിലവഴിക്കാം, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാണ് അധികാരികളും കുറച്ചധികം ആളുകളും ശ്രദ്ധിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിപക്ഷവും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഷാജിമോൻ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നു, പലയിടങ്ങളിലും വെള്ളം കയറി എന്ന് പറയുന്നു. ഈ പാലത്തിനപ്പുറം എത്ര പേർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവർ കുടുങ്ങിക്കിടക്കുന്നത് തന്നെയാണോ, അതോ അവരവിടെ സേഫ് ആണോ തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നുണ്ടോ? ബെയിലിപ്പാലം വലിയ തോതിൽ വെള്ളവും മണ്ണും ഒലിച്ചു വരികയാണെങ്കിൽ ബെയിലിപ്പാലം ഈ പുഴ എടുത്തു കൊണ്ടുപോകും.
പക്ഷെ അവർ ആ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളികൾ അപ്പുറത്തേക്ക് പോയിട്ട് രാവിലെ കാലത്ത് അവർ ജോലിക്ക് പോയതാണ്. പക്ഷെ അവർ സുരക്ഷിതരാണ്. കാരണം അട്ടമല എന്ന് പറയുന്ന പ്രദേശത്തെ അങ്ങനെ ബാധിക്കില്ല, ഉരുൾപൊട്ടൽ അങ്ങനെ ബാധിക്കാത്ത പ്രദേശമാണ്. മുണ്ടക്കൈ മറ്റ് പ്രദേശങ്ങളിൽ ഈ തോട്ടം മേഖലകളിലുള്ള പ്രദേശങ്ങൾ അങ്ങനെ ഉരുൾപൊട്ടൽ ബാധിക്കില്ല. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ ബെയിലിപ്പാലം പോയിട്ടുണ്ടെങ്കിൽ എയർ ലിഫ്റ്റിംഗ് അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ ബെയിലിപ്പാലം പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ബെയിലിപ്പാലം നമുക്ക് അത് അങ്ങനെ തന്നെ അത്രയും ഇതായി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പോകില്ല എന്ന് കരുതാം. കാരണം നമുക്ക് അപ്പുറത്തെ ആ കരയുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം അത് മാത്രമാണ്. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ, അതായത് നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങൾ സേഫ് അല്ല എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ച് മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ ഷാജിമോൻ? പ്രത്യേകിച്ച് ഈ ഇടങ്ങളിലൊക്കെയും മഴയുടെ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് അടക്കം സാധാരണ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇത് വെറുതെ നിർദ്ദേശങ്ങളായി ഇങ്ങനെ സൈറ്റിൽ ഇടുന്നതിനപ്പുറം അവിടെ പരിശോധനകളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വരികയോ നിർദ്ദേശങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം, മുന്നറിയിപ്പുകൾ നൽകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? നാട്ടില് യെല്ലോ അലർട്ടാണ്. ഈ അങ്ങനെ ഒരു ദുരന്ത പ്രവചനം അല്ലെങ്കിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ തോട്ടം തൊഴിലാളികൾ ഈ ബെയിലിപ്പാലത്തിന് മറുവശത്തേക്ക് പോയില്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇവിടെ കിട്ടിയിട്ടില്ല. ഇത്രയും ഒരു അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് നമ്മുടെ കാലാവസ്ഥാ വകുപ്പോ നമ്മുടെ അധികാരികളോ ഇത്തരൊരു ദുരന്ത സാധ്യത പ്രദേശത്തുള്ള ആളുകളെ അറിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇവരുടെ പാളിച്ച തന്നെയാണ്. യെല്ലോ അലർട്ടാണ് വയനാട്ടിൽ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നും സ്കൂളുകളെല്ലാം തുറന്നിരിക്കുന്നു. കുഞ്ഞു കുട്ടികളടക്കം പുത്തുമലയിലുള്ള സ്കൂളടക്കം, അതായത് പുത്തുമല ദുരന്ത സാധ്യത പ്രദേശത്തുള്ള ആ സ്കൂൾ വരെ, മേപ്പാടിലുള്ള സ്കൂളുകൾ തുറന്നിരിക്കുന്നു. യെല്ലോ അലർട്ടാണ്. ഇനിയും അധികാരികൾ ഒരു മുന്നറിയിപ്പും ഇക്കാര്യത്തിൽ ചൂരൽമല വെള്ളരിമല ഗ്രാമത്തിലെ ആളുകൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ അവിടത്തേക്ക് ഉദ്യോഗസ്ഥർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ബന്ധപ്പെട്ടവർ, ഈ ഫയർഫോഴ്സ് മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരന്ത മേഖലകളിലേക്ക് വരുന്ന ടീമുകൾ വരികയോ അങ്ങോട്ട് പരിശോധനകൾക്കായി പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇത് ഉരുൾപൊട്ടലാണോ ഉണ്ടായത്, അതോ മലവെള്ളപ്പാച്ചിലാണോ? ഇത് എങ്ങനെയാണ് നമുക്ക് വ്യക്തമാവുക? ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുൾപൊട്ടിയ പ്രദേശത്ത് വീണ്ടും കുറെ മണ്ണ് കൂടി ഇങ്ങനെ ഒലിച്ച് താഴേക്ക് നിരങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പൊട്ടി വരാനുള്ള കുറച്ച് ഭാഗം കൂടി, ആ ഭാഗം പൊട്ടി വരുന്നതായിരിക്കാണ് സാധ്യത. എന്തായാലും ആർക്കും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല, പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ബെയിലിപ്പാലത്തിലൂടെ അവിടെ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് ഷാജിമോൻ. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ വിവരം? പാലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ബെയിലി പാലത്തിലൂടെ അപ്പുറത്ത് തൊഴിലാളികൾ, അപ്പുറത്തെ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളികൾ സുരക്ഷിതരാണ്. ഇപ്പൊ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവരെ ഇതിലേക്ക് ഇങ്ങോട്ട് കടത്തുകയാണെങ്കിൽ അപകടം കുറയും. കടത്തുന്നുണ്ടെന്നാണ് ഞാൻ മേപ്പാടിയാണുള്ളത്, തൊട്ടടുത്താണുള്ളത് മേപ്പാടി. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി ഷാജിമോൻ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്.